കൊട്ടാരക്കരയിൽ മദ്യലഹരിയിൽ ജനസേവ കേന്ദ്രത്തിലെത്തിയ ആൾ വനിതാ കടയുടമയെ മർദ്ദിച്ചു. കടയിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ഇടപെട്ട് അക്രമിയെ കൊട്ടാരക്കര പോലീസിൽ ഏൽപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം ദമ്പതികൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈയൊരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഹാപ്പനിംഗ് അവേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശേഷം ന്യൂസ് ലഞ്ചുമായി ലക്ഷ്മി പത്മ ചേരും. നമസ്കാരം. കൊട്ടാരക്കര ഓടനാവട്ടത്താണ് സംഭവം. മദ്യലഹരിയിൽ പ്രശാന്ത് എന്നയാൾ അശ്വതി എന്ന യുവതി നടത്തുന്ന ചുങ്കത്തറയിലെ ജനസേവാ കേന്ദ്രത്തിലെത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. പണം നൽകാത്ത വിരോധത്താൽ പ്രശാന്ത് അക്രമം നടത്തുകയും ഭർത്താവിന്റെ മുന്നിൽ വെച്ച് യുവതിയുടെ കരണത്തടിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഞങ്ങളെ രണ്ടുപേരെ കണ്ടപ്പോഴത്തേന് വീണ്ടും ഇവൻ കയറി വന്നിട്ട് ഇവൻ ലാപ്പ് എടുത്ത് കയ്യിലങ്ങ് വെച്ചേക്കുക. ഇപ്പം തറയിടുമെന്നുള്ള രീതി, പൈസ തന്നില്ലെങ്കിൽ ഇപ്പം തറയിടുമെന്നുള്ള രീതിയിൽ കയ്യിലങ്ങ് വെച്ചേക്കുക. ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങി പോടാന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോഴത്തേന് എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ച് എന്നെ ചെവിക്കന്നത്തടിച്ച് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേ ഇവൻ എല്ലാവരും കൂടെ ഓടി വന്ന് ഇവനെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ അപ്പോഴേ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസ് വന്നിട്ട് കൊണ്ടുപോയി. പ്രശാന്ത് സ്ഥാപനത്തിൽ നടത്തിയ പരാക്രമമറിഞ്ഞായിരുന്നു അശ്വതിയുടെ ഭർത്താവ് അനിൽകുമാർ എത്തിയത്. ലാപ്ടോപ്പ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ജനസേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെങ്കിലും ഇയാൾ തന്റെ ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു എന്ന് അനിൽകുമാർ പറയുന്നു. ഇവൻ കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി ഞാൻ ഈ ഡോറ്, ഇത് ഹാഫ് ഡോറാ, സാറിന് കണ്ടറിയാം, ഇത് ഹാഫ് ഡോറാ, ഇത് അടയ്ക്കാൻ ശ്രമിക്കുകയും പക്ഷേ ഇവൻ അത് തള്ളി തുറന്നകത്ത് കയറിയിട്ട് അപ്പോൾ വൈഫ് ചൂടായി. പിന്നെ ഇവൻ ലാപ്ടോപ്പിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ക്രോസ് കയറിയുന്നു. സിസ്റ്റത്തിൽ തുടരുത്, കാരണം വെച്ചാൽ നമ്മുടെ ഉപജീവന മാർഗ്ഗം തുടരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്രോസ് കയറിയിരിക്കും. സാറിന് ആ വീഡിയോ കണ്ടു വെച്ചാൽ ഞാൻ മനസ്സിലാവും. ഞാൻ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് നിന്ന സമയത്ത് ഇവള് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പക്ഷേ ഇവൻ ഇറങ്ങിപ്പോകാതെ നീ എന്തോടി കാണിക്കുന്നത്, നീ എന്തോ എന്ന് പറഞ്ഞിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇവളെ അടിച്ചു. സംഭവമറിഞ്ഞെത്തിയ കൊട്ടാരക്കര പോലീസ് പ്രശാന്തിനെ പിടികൂടുകയായിരുന്നു. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സ്വന്തം അമ്മയുടെ കൈ അടിച്ചൊടിച്ച കേസിലും പ്രശാന്ത് പ്രതിയാണ്. ഇയാളെ പിടികൂടിയ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് മലയാളം, കൊല്ലം.